ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കറി പോലെ ആവശ്യമില്ലാതെ രാവിലെ വെറും 5 മിനിറ്റിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആണോ. അപ്പോൾ എങ്ങനെയാണെന്നൊന്ന് പെട്ടെന്ന് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ആവശ്യമായിട്ടുള്ളത് അരിപ്പൊടിയാണ്. നമ്മൾ വറുത്തിട്ടുള്ള നൈസായിട്ടുള്ള പൊടി തന്നെയാണ് കേട്ടോ. പത്തിരിക്ക് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്നത്. അത് ഞാൻ 1 കപ്പ് അളവിൽ ഒരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് അളവിൽ മൈദാമാവും കൂടി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഒരു നുള്ളു ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്ത് ഈ പൊടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ചൊന്ന് ശർക്കര പാനിയാക്കിയതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ചാലും മതി. അപ്പം ഞാൻ ഇവിടെ കുറച്ച് ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി അളവിൽ നമുക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. നോർമലായിട്ടുള്ള വെള്ളം തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഏകദേശം ഒരു ദോശ ബാറ്ററിനേക്കാളും നല്ലൊരു തിന്നായിട്ടുള്ള നല്ല ലൂസിലുള്ളൊരു മാവ് തന്നെയാണ് കേട്ടോ നമുക്ക് റെഡിയായിട്ട് കിട്ടേണ്ടത്. ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിനുള്ളിലേക്കുള്ളൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ അളവിൽ റവ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായതിന് ശേഷം നമ്മളിതിലേക്ക് 1 കപ്പ് അളവിൽ പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് പാലും റവയും നല്ലപോലെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കണം. കാരണം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്കൊരു ഫ്ലേവറിന് ആവശ്യമായിട്ട് ഞാൻ കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 1/2 കപ്പ് അളവിൽ തേങ്ങയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ അവൈലബിലിറ്റിക്ക് അനുസരിച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പൊക്കെ മതിയാവും കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓപ്ഷണലാണ്, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലപോലെ ഒന്ന് ഡ്രൈ ആയിട്ട് പാനിൽ നിന്ന് വിട്ട് വരുന്ന രൂപത്തിലാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ഒന്നും കൂടി തണുക്കുമ്പോൾ ഒന്നും കൂടി സെറ്റായിട്ട് കിട്ടും. ഇനി ഞാൻ ഇതുപോലൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കാം കേട്ടോ. ഏകദേശം ഒരു ദോശ ചുടുന്ന രീതിക്ക് തന്നെ ഇതുപോലെ പരത്തി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഡ്രൈ ആവുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു പീസ് ഫില്ലിങ്സ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. നമുക്കൊരു ഓവർ ഓയിൽ ഒന്നും യൂസ് ചെയ്യാതെയാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. കുട്ടികൾക്ക് രാവിലെ വൈകുന്നേരം ഏത് സമയത്തും കഴിക്കാൻ പറ്റുന്ന അടിപൊളി പലഹാരമാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.